നോക്കട്ടെ. അതൊക്കെ അങ്ങനെയൊക്കെ എടി ഒന്ന് ആരാ നോക്ക്. ആണോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? എല്ലാത്തിനും ഇവിടെ ഞാൻ തന്നെ വേണം. എന്തായാലും നോക്കാം. ഞാൻ എന്തായാലും പോയി വന്നിട്ട് പറയാം. എടി ആ ഡോറും തുറന്നൂടെ? എത്ര നേരമായി ബെല്ലടിക്കണു? ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കല്ലേ. ഹായ്, ഹായ്. ഞാൻ രേഖ. ഓണർ പറഞ്ഞില്ലായിരുന്നോ റൂം ഷെയറിങ്ങിന്റെ കാര്യത്തിനായി? ആ പറഞ്ഞായിരുന്നു. ഞാൻ പാർവതി. അപ്പൊ ഞാൻ രേഖച്ചെന്ന് വിളിക്കട്ടെ? നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ, തെറി ഒഴിച്ച്. അയ്യോ എന്റെ കറി. അതെന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് പറയാം. എന്തായാലും അങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ വിളിക്കാം. രേഖ. യാ ഹായ്. നമ്മളല്ലേ ഫോണിൽ കൂടി സംസാരിച്ചത്? സംഗീത. കൊച്ചിയിൽ എന്താ പരിപാടി? കൊച്ചിയില് എന്തോ ഒരു സ്മെല്ലല്ലേ. നമ്മളിന്ന് വെക്കുന്ന പട്ടിണിയാവേ. പാറു എന്തെങ്കിലും ഉണ്ടോ ബാക്കി? കൊച്ചിയിലാണോ ഫുഡ് കഴിക്കാൻ സ്ഥലമില്ലാത്ത? അപ്പൊ ചേച്ചിയുടെ പ്രോപ്പർ സ്ഥലം എവിടെയാ? ഞാൻ ട്രിവാൻഡ്രം കവടിയാർ. അല്ല, നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടെയാ? ഞാൻ കൊല്ലം. ഞാൻ ചേർത്തല. ചേർത്തലയോ? അതെന്താടാ നീ ഇത്രയും അടുത്തായിട്ട് ഇവിടെ ഇത് ഇങ്ങനെ റെന്റൊക്കെ കൊടുത്ത് നിൽക്കുന്നേ? ഓ ചേച്ചി, അത് വലിയൊരു കഥയാ. അതെ, അവക്കാണ് എന്നിങ്ങനെ കോളേജിൽ പോയി വരുന്നത് വയ്യെന്നാ പറയുന്നത്. നമുക്ക് അവളെ ഹോസ്റ്റലിൽ നിർത്തിയാലോ? അതാവുമ്പോ ഈ എന്നുള്ള അലച്ചിൽ ഒഴിവാക്കാലോ. അവക്ക് വരുന്ന തന്നെ ഇരുന്നാ മതി. ഇപ്പൊ അവളെ പഠിത്തത്തിന് തന്നെ ചെലവാക്കിയ കാര്യം എനിക്കറിയാം. പിന്നെ അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിന്നോ, പക്ഷെ സ്വന്തം കാശിനാണെങ്കിൽ മാത്രം. ഓ, അപ്പം അതില് ചാട്ടാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതല്ലേ? അതെ. എന്തായാലും കൊള്ളാം, വന്ന സ്ഥലം അടിപൊളി. പിന്നല്ല. അല്ല ചേച്ചി ഇവിടെ എന്തായിരുന്നു കൊച്ചിയിലെ പരിപാടി? ഭയങ്കര വിശപ്പ് എന്നുവെച്ചാ ഭയങ്കര വിശപ്പ്. എത്ര മണിയായെന്നറിയോ? വേഗം വാ, പോം.